ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു അനൂസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നെസ്റ്റോയിൽ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ പെർമിഷനും വാങ്ങിച്ചിട്ടില്ല. എന്നെ ഒരുപാട് തവണ അവർ വാൺ ചെയ്തു, എന്നിട്ടും അവർ കാണാതെ ഒപ്പിച്ചെടുത്ത വീഡിയോസാണ് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കാണിച്ചു തന്നത്. ഇന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളും ഒരു കുഞ്ഞു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ്ങുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ നിന്ന് പോകുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം അവിടെ നിന്ന് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ലഞ്ച് കഴിച്ച് പോയതാണ്. ഇപ്പോൾ സമയം 8:30 മണി കഴിഞ്ഞു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് പോവാണ്. വീട്ടിലെത്തി എല്ലാവരും കുളിച്ച് ഫ്രഷായി. ഞങ്ങൾ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ വേറെ തന്നെ ആക്കി അലക്കി, കാരണം മറ്റുള്ള ഡ്രസ്സുകളുടെ കൂടെ കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അലക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നത്. ഇനിയും വൈകി ഞാൻ മറ്റുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാൻ നിന്നാൽ എൻ്റെ ഹസ്ബൻഡും മക്കളും എന്നെ പഞ്ഞിക്കിടും. അത്രയ്ക്ക് വിശക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഇതൊക്കെയാണ്: ബ്രോസ്റ്റ്, കുബൂസ്, ചിക്കൻ മഞ്ചൂരിയൻ. എപ്പോഴും പെപ്സിയോ സെവനപ്പോ ആണ് ഇതിൻ്റെ കൂടെ വാങ്ങൽ. ഇത്തവണ മക്കൾ പറഞ്ഞു മിരിണ്ട വാങ്ങാമെന്ന്, അങ്ങനെ അതും കൂടിയാണ് കാണുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റാഹത്തായി, എല്ലാവരുടെയും വിശപ്പൊക്കെ മാറി. ഇനി ഞാൻ എൻ്റെ പ്രോഡക്റ്റുകളൊക്കെ കാണിച്ചു തരാം. മിൽമൻ്റെ ബട്ടറാണ് 1/2 kg, പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ്, പിന്നെ ഞാൻ ഒരു ചോക്ലേറ്റ് സിറപ്പ് വാങ്ങി. ഞാൻ ഹെർഷീസാണ് എപ്പോഴും വാങ്ങാറുള്ളത്. ഇന്ന് അവിടെ ഹെർഷീസ് കണ്ടില്ല, അപ്പോൾ ഞാനത് എടുത്തു. പിന്നെ ഇത് ഫോർക്കാണ്. എൻ്റെ കയ്യിലുള്ള ഫോർക്കൊക്കെ മക്കൾ സ്കൂൾ പൂട്ടിയ ശേഷം നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ച് എവിടേക്കോ കൊണ്ട് കളഞ്ഞു. ഇത് പിന്നെ സോപ്പ്. ഇതിന് രണ്ടിനും ഓഫറുണ്ട് കേട്ടോ, സന്തൂറും വിവലും. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചേട്ടോ, ബദാമും പിസ്തയും എനിക്കിഷ്ടമാണ്. ഇതൊക്കെ കുട്ടികളുടേതാണ്, അവരെ ഹെയർ ക്രീമും ഫേസ് ക്രീമും ഒക്കെയാണ്. പാരച്യൂട്ടിൻ്റെ നിവ്യേൻ്റെ ഒക്കെ പൗഡർ, പിന്നെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് പൗഡർ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പിന്നെ നമ്പീഷൻസ് നെയ്യ്. പിന്നെ ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റാണത്. അത് ഞാൻ അവസാനം അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഒക്കെ കിച്ചണിലേക്കുള്ള ഐറ്റംസ് തന്നെ. ഓയിൽ, ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ, പിന്നെ കുറച്ച് ഉള്ളി, അങ്ങനെ സവാള, പിന്നെ ബ്രെഡ് ഒക്കെ കുട്ടികൾ പിന്നെ കുറച്ച് കഴിക്കാൻ വേണ്ടി, അവർക്ക് ടി വി കാണുമ്പോൾ അങ്ങനെ കുറച്ചിരിക്കാൻ വേണ്ടി ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് ബ്രെഡ്, പിന്നെ കുറച്ച് പുട്ടുപൊടി. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുകയാണ് കേട്ടോ. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചേട്ടോ. എനിക്കൊരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മേക്കപ്പ് ചെയ്യുന്ന സ്പോഞ്ചില്ലേ, അതാണ്. പിന്നെ പുട്ടുപൊടി. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുകയാണ്, ഈ പുട്ടുപൊടി, ഈ പ്രോഡക്റ്റ്. ഇത് അവിടെ നല്ല പ്രോഡക്റ്റാന്ന് പറഞ്ഞ് തന്നതാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആട്ട. ഇത് ഞാൻ എപ്പോഴും ആശീർവാദമാണ് വാങ്ങൽ. ഇത്തവണ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നമുക്കൊന്ന് മാറ്റി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ, അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് ഞാൻ പിന്നെ ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അവിടെ ഭയങ്കര വില, അപ്പോൾ പിന്നെ വല്ലാതെ ഒന്നും വാങ്ങിച്ചില്ല. എനിക്കൊരു കുഞ്ഞു മേക്കപ്പ് വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വാങ്ങിച്ചാണ്. കോമ്പാക്റ്റും ഫൗണ്ടേഷനും മാത്രം. ഈ കോമ്പാക്റ്റിന് രണ്ടിനും ഓരോന്നിനും ഉണ്ട് 700 സംതിങ് വില. അപ്പോൾ പിന്നെ വല്ലാതെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. ഇത് നല്ല പ്രോഡക്റ്റാണെന്ന് തോന്നിയപ്പോൾ അതുമാത്രം അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഒരു കുഞ്ഞ് കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചാട്ടോ. ഇതിനുമുണ്ട് നല്ല വില, 500 രൂപ അതിനുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ്സ്. ഞാൻ അൺബോക്സിങ്ങും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ്, ഇംബെക്സിൻ്റെ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റ്. 10 പീസ് സെറ്റാണ് കേട്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്രോഡക്റ്റാണിത്, ഇംബെക്സിൻ്റെ. കാരണം ഞാൻ ഇതുവരെ യൂസ് ചെയ്തതും ഇംബെക്സിൻ്റെ ആണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. ഇത് ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഇംബെക്സിൻ്റെ തന്നെ ടെഫ്ലോൺ കോട്ടിംഗ് ആണ്. അത് നല്ല പ്രോഡക്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇംബെക്സ് തന്നെ പ്രിഫർ ചെയ്തത്. കാരണം ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടും ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ട് കാലപ്പഴക്കം സംഭവിച്ചതെന്നല്ലാതെ ഒരു രീതിയിലുള്ള കേടും ഇതുവരെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇംബെക്സ് തന്നെ പ്രിഫർ ചെയ്തത്. ഇത് ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ ബേസാണ്. ആദ്യം ഞാൻ കവർന്നൊക്കെ പുറത്തേക്ക് എടുത്ത ശേഷം വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് ഫ്രൈ പാനാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. നല്ല ഉറപ്പുണ്ട്. പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റായിട്ട് തന്നെ നമുക്ക് തോന്നും.
അതുകൊണ്ട് തന്നെയാണ് അത് വാങ്ങിച്ചത്. പിന്നെ ഇതൊരു സോസ് പാനാണ്. കേക്ക് ഇടാനൊക്കെ എൻ്റെ മനസ്സിലുള്ള ഇതാട്ടോ ഞാൻ പറയുന്നത്. കേക്ക് ഇടാനൊക്കെ പറ്റിയൊരു ഒരു ഒരു പാകമുള്ള ഒരു വലിപ്പമുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കടായി എന്നാട്ടോ പറയുക. നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. ഇത് രണ്ടെണ്ണത്തിനും ലിഡ് ഉണ്ട് കേട്ടോ. ഫ്രൈ പാനിനും ദോശത്തവക്കും ലിഡില്ല. അതുപോലെ തന്നെ 4 സ്പാച്ചുല ഉണ്ട്. 4 നല്ല വെറൈറ്റി സ്പാച്ചുലാസ് തന്നെ. അതും തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി പ്രോഡക്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നി. ഇനി നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വാങ്ങിക്കുക. ഞാൻ ഉപയോഗിച്ചുള്ള എൻ്റെ അനുഭവം കൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഇമ്പക്സിൻ്റെ ഇതൊന്നുമല്ല, പ്രിവ്യൂ വീഡിയോസൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിച്ചു. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. ഇതിൻ്റെ ദോശ തവയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ബോക്സിൽ കടലാസൊക്കെ ഇതിൻ്റെ കവറുകളൊക്കെ അതിലേക്ക് ഇട്ടപ്പോൾ അത് അതിൽ കുടുങ്ങി, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ദോശ ചുടുന്നൊരു പാന് കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഇതൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദോശത്തവ. ഇത് ബോക്സിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കവറൊക്കെ അഴിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ടപ്പോൾ ഇത് അടി കുടുങ്ങിപ്പോയി, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്രോഡക്റ്റ്. എൻ്റെ അൺബോക്സിങ് വീഡിയോയും കൂടെയാണിത്. അത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.